പരമദിവ്യകാരുണ്യത്തിന് മനുഷ്യരാശിയുടെ ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ പരാധീനതകളെയും പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവനിശ്ചയം പോലെ കാനായിലെ അവിടെ അമ്മയെ ക്ഷണിക്കണത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താ കാര്യം വെച്ചാൽ ഈ വിഷയത്തിലൂടെയാണ് ഒരു വിഷയമുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വിഷയം ഉണ്ടായാൽ ആ വിഷയം ക്രിസ്തു പരിഹരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ആ വിഷയം ആദ്യം ക്രിസ്തുവിൻ്റെ അടുത്താണ് നീ ലിങ്ക് ചെയ്യേണ്ടത്. മനസ്സിലായില്ലോ? എന്ത് വിഷയം ഉണ്ടായാലും ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ കാര്യമെല്ലാം ക്രിസ്തുവിൻ്റെതും ഭൗതിക കാര്യം ആരാണ്ട് പണ്ടാരങ്ങളുടെതുമായിട്ടാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യണത്. ദാറ്റ് ഇസ് റോങ്. ഈ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം നിങ്ങൾ. അതുകൊണ്ട് ഈശോ പറയുമ്പോൾ പറയും നിങ്ങളുടെ പ്രയോറിറ്റി, യു മൈൻഡ് യുവർ പ്രയോറിറ്റി എന്ന് ഈശോ പറയും. എന്താ പറയുന്നത്? മൈൻഡ് ഇറ്റ്. എന്താ ഈശോ പറയണത്? എന്നെക്കാളുപരി ഭാര്യ ഭർത്താവിന് സ്നേഹിക്കുന്നവർ ഐ ഡോണ്ട് വാണ്ട് എന്താ പറയണത്? എനിക്ക് ആവശ്യമില്ലെന്ന രീതിയിൽ സംസാരിക്കണം. എന്താ കാര്യം? ഈശോന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നീ ഭാര്യയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിനക്ക് മനുഷ്യന് നീ പ്രാധാന്യം കൊടുത്താൽ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ഉള്ള കൃപ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീ മാറും. അല്ല, ദൈവം കൃപ തരത്തില്ലെന്നല്ല പറയണത്. തന്ന കൃപ അനുഭവിക്കാൻ പറ്റാത്ത വരും. അനുഗ്രഹത്തിനല്ല പഞ്ഞം, അനുഗ്രഹത്തിന് ഞാൻ എപ്പോഴും പറയും നിങ്ങളോട്, അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രോബ്ലം. യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തും കിട്ടുന്നതും കിട്ടാത്തതല്ല പ്രശ്നം. അത് പഠിച്ചവനും കിട്ടും, പ്രാർത്ഥിക്കുന്നവനും കിട്ടും, പ്രാർത്ഥിക്കാത്തവനും കിട്ടും അനുഗ്രഹം. പക്ഷേ അനുഗ്രഹം കിട്ടുന്നതല്ല പ്രശ്നം. അതല്ലേ നിരീശ്വരന്മാർക്ക് അനുഗ്രഹങ്ങൾ കിട്ടണില്ലേ? ഭൗതികമായ ആനുകൂല്യം കിട്ടണില്ലേ? അവർ പ്രാർത്ഥിച്ചിട്ടാണ് അതൊക്കെ ആ ഉദ്യോഗത്തിന് കയറ്റം മേടിക്കുന്നത്. അവർക്ക് പ്രാർത്ഥിച്ചിട്ടാണ് അവർ PSC ടെസ്റ്റ് പാസ്സാക്കുന്നത്, IIM-ലൊക്കെ പോകണത്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ആദ്യമേ തന്നെയുള്ള ജനറ്റിക് ബ്ലെസ്സിങ്സാണ്. സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന ബേസിക് ബ്ലെസ്സിങ്സാണ്. ആ ബേസിക് ബ്ലെസ്സിങ്സാണ് എല്ലാവർക്കും കിട്ടണത്. അത് പ്രാർത്ഥിക്കാതെയും കിട്ടും. പക്ഷേ അതല്ല പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? പ്രാർത്ഥിച്ച് കിട്ടുമ്പോൾ അത് നമ്മൾ അനുഭവിക്കണ്ടേ? എന്നാണ് പ്രശ്നം. അനുഗ്രഹത്തിന് എന്താ പഞ്ഞം? അത് ആദ്യമേ കൊടുത്തിട്ടുണ്ട് ദൈവം. അത് നിരീശ്വരവാദി കൊടുത്തിട്ടുണ്ട്. വേണ്ട, ദുഷ്ടന്മാർക്ക് കൊടുത്തും കിടന്ന 5:45 മത്തായി സുവിശേഷം എന്താ പറഞ്ഞാൽ 5:45 എന്താ പറയണത്? ദുഷ്ടൻ്റെ മേൽ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേൽ വെയിലുദിപ്പിക്കും. പിന്നെ എന്താ പ്രശ്നം? വെയിലും മഴയൊക്കെ കിട്ടുമല്ലോ, അനുഗ്രഹം കിട്ടുമല്ലോ. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കാനുള്ള യോഗ്യത അത് ദൈവത്തിൽ നിന്നാണ്. അതാണ് വിശ്വസിക്കൊണ്ടാകുന്ന വ്യത്യാസം. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയും. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ അതിന് ക്രിസ്തുവിനെ കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് ഈ അനുഭവിക്കാനുള്ള യോഗ്യത വരുന്നത്. അതുകൊണ്ട് അമ്മ എന്താ ചെയ്യണത്? വീഞ്ഞ് ഉണ്ടാക്കുക തന്നെയല്ല, വീഞ്ഞിൻ്റെ ആ ഒരു വിഷയത്തിലേക്ക് യേശുവിനെ അമ്മ ലിങ്ക് ചെയ്യേ നിൻ്റെ ജീവിതത്തിലേക്ക്. എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഉടമ്പടി കക്ഷിയാക്കുകയാണ്. ആ ഒരു വിഷയം ഇപ്പം നിനക്ക് ജോലിയില്ല, നിൻ്റെ PR കിട്ടണില്ല, നിൻ്റെ വീട്ടിൽ ഭർത്താവും ഭാര്യയും നിൻ്റെ മക്കൾ ഭാര്യയും ഭർത്താവും പിരിയാൻ പോകുന്നു. നിൻ്റെ പ്രശ്നം അതാണ്. നിൻ്റെ വിഷയത്തിലേക്ക് എന്ത് ചെയ്യും? ഈശോ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യും? അമ്മ ഈ വിഷയത്തിലേക്ക് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനല്ല വെക്കണത്. ഇന്നത്തെ സഭയുടെ ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക് പോലും ഭൗതികമായ പരിഹാരങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നലെ കണ്ട സഭയുടെ ഗതികേടെന്ന് പറയണത്. എന്ത് വിഷയം വന്നാലും ഭൗതികമായി അത് ഭയങ്കര സങ്കടമാണ്. 40 കൊല്ലമൊക്കെ സഭയിൽ ജീവിച്ചിട്ട് ഓരോ സെമിനാറിനും ഓരോ ഇതൊക്കെ പോയി നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭൗതിക പരിഹാരങ്ങൾക്ക് സഭയെപ്പോലും ഉപയോഗിക്കുന്ന രീതിയിൽ സാത്താൻ വിജയിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു രോഗിയായാലും എത്രയോ ഒരു രോഗി അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേട്ടത്തി ഒരു അപ്പച്ചൻ ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഭയങ്കര സീരിയസാണ്, പ്രായമുണ്ട്. അപ്പന് ചീട്ട് കിട്ടിയിട്ടില്ല. ചീട്ട് കിട്ടാഞ്ഞത് ഓഫീസിൽ ഇവർക്ക് കൊടുക്കത്തില്ല ചീട്ട്. കാര്യം അവർ അന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്തെങ്കിലും രേഖകളൊന്നുമില്ല. മകളും ഭർത്താവും തമ്മിൽ പിരിയാൻ പോകുന്നുവെന്നാണ് മകൾ അവിടെ പറയണത്. പക്ഷേ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞ ഭർത്താവും ഭാര്യയും വന്നിട്ടുണ്ട് ഇവിടെ. പിരിയാൻ പോകുന്ന രംഗയുടെ വരണത്. അപ്പം അതുകൊണ്ട് അവർ ചീട്ട് കൊടുത്തില്ല. അതുകൊണ്ട് അപ്പനാണെങ്കിൽ അപ്പനറിയാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ തമ്മിലുള്ള മൈൻഡ് ശരിയല്ല. ഓഫീസിലിരിക്കുന്നവർക്ക് അതറിയാൻ ഗണിക്കാൻ പറ്റത്തില്ലല്ലോ. ഭർത്താവും ഭാര്യ ഇവിടെ പിരിയാൻ പോകുന്ന ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പനെ അറിയാം ഇത് പിരിയും, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പിരിയും, ഇത് ആദ്യം നിൽക്കത്തില്ലെന്നറിയാം.
അതുകൊണ്ട് അപ്പന് ഇത് ചീട്ട് കിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് അപ്പൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാനിവിടെ നല്ല തിരക്കായിരുന്നു. എങ്കിലും ഞാൻ അപ്പനോട് നോക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി പാവപ്പെട്ടവൻ സിൻസിയറായിട്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണത്. അപ്പോൾ ഞാൻ ഉടനെ ഇവരെ വിളിച്ച് ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞ് അവർ പിരിയാൻ പോകണച്ചാ, അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നതാണ്. അപ്പോൾ ഞാൻ ആരാണ് പിരിയാൻ പോണത്? അത് എൻ്റെ മകൾ തന്നെ അച്ഛാന്ന് പറഞ്ഞു. അപ്പനെ അറിയാം, അവനെ അറിയാൻ പറ്റില്ലെങ്കിൽ അപ്പനെ അറിയാം. അപ്പോൾ ഞാൻ ഉടനെ മകളുണ്ടായിടെന്ന് പറഞ്ഞു. ഉടനെ അവളെ വിളിച്ച് കൈയോടെ വിളിച്ച്. അപ്പോൾ അവർ തമ്മിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള സെറ്റപ്പാണ്, അത് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് മോശമാണ്. അപ്പോൾ അവൾക്കിത് പിരിഞ്ഞാലും ഒരു പ്രശ്നമില്ലെന്ന എന്തൊക്കെയാണ് അവിടെ തലയിരിക്കണം തോന്നുന്നത്. ഞാൻ അവരെ വിളിച്ചിട്ടേ അധികമൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ നോക്കി. കാര്യം നമുക്കത് പറയാനുള്ള ജ്ഞാനം വേണ്ടേ. അപ്പോൾ അമ്മ ഞാനല്ലല്ലോ സംസാരിക്കണം, ഞാൻ ചാടിക്കറി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഈ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ദൈവികമായ കൗൺസിലിംഗും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മറ്റത് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. ഓരോരോ സംഭവത്തിനും ഓരോരോ മരുന്നെന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, ഏൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം ഇവിടെ ആപ്ലിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഈ കേസ് അതായിരിക്കത്തില്ല, അതാണ് വിഷയം. പക്ഷേ ദൈവത്തിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനുണ്ട്. മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് അപ്ഡേഷൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവുമായി സംയോജിപ്പിക്കുന്ന അവനോടുകൂടി ഏകാത്മാവായി തീരുമ്പോഴേ 1 കൊറിന്ത്യൻസ് 2:16 ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞങ്ങളാട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഈ വിഷയത്തിന് കർത്താവിൻ്റെ മനസ്സറിയാൻ പറയും. അതായത് അത് ആണ് 1 കൊറിന്ത്യൻസ് 2:16 വരണത്. മറ്റത് 7:13 വരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടി ഏകാത്മാവായി തീരുന്നു. പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് വെച്ചാൽ ദൈവത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ദൈവത്തിനെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണതല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് ദൈവം അത് ഓൺ ചെയ്യും. നമ്മൾ പറയണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പറയണത്, പക്ഷെ കേൾക്കുന്നവന് അഭിഷേകം കൊടുക്കും. പറയണതല്ല വിഷയം, കേൾക്കുന്നവിടെ അഭിഷേകമാണ്. കേൾക്കുന്നവിടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറയും. 13 മത്തായി ശ്രീഹാട സുവിശേഷം 13:9 കേൾക്കാൻ ചെവി എന്ന് പറയണത് അതിനൊരു ശ്രവണാഭിഷേകം എന്ന് പറയും. നിങ്ങൾ വരുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പ്രെയർ ചെയ്തുകൊണ്ട് വരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയണതല്ല പ്രശ്നം, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് സംഭവം. ഒറ്റ സിറ്റിങ് മതി, പല സിറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് പല സിറ്റിങ് ആവശ്യമുണ്ടാകും. ഇതിന് ഒറ്റ സിറ്റിങ് മതി. എന്താ അപ്ഡേഷനാണ്, ഏറ്റവും കറണ്ട് നോളജാണ് പാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മകളെ ഒരു നിമിഷം, ഇതൊരു കൂദാശയായിട്ട് കുറഞ്ഞ പക്ഷം നീ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഒന്ന് അംഗീകരിക്കുന്നുണ്ട്, ദർശോക്കെ. അപ്പോൾ പകുതി പ്രശ്നം തീർന്നു. അവിടെ വെച്ച് പകുതി പ്രശ്നം തീർന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം എന്താണ്? കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശ്വര സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ്. ഇപ്പോൾ കാണപ്പെടുന്ന അടയാളത്തിലൂടെ എന്താ കിട്ടിയിരിക്കുന്നത്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ഒരു വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്, തനത് കൃപ. ഈ തനത് കൃപ പലപ്പോഴും എന്നെ പ്രശ്നം എന്താ അറിയാവോ? ഇത് ചിലരിലൊക്കെ ഇത് സബ്സിഡി ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അത് നമുക്ക് കാണുമ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ബാങ്കിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് ലോൺ എടുക്കുന്ന, അപ്പോൾ 8 ലക്ഷം രൂപ അല്ലെ 12 ലക്ഷം രൂപയാണ് നമുക്ക് ലോൺ തരണത്. 4 ലക്ഷം സബ്സിഡിയാണെന്ന് പറയും, ഇല്ലേ? അപ്പോൾ 4 ലക്ഷം സബ്സിഡിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ സബ്സിഡി എടുത്ത് കൈ തരുക? ഇല്ല. നിങ്ങൾ 8 ലക്ഷം മുടക്കുക, അത് കഴിഞ്ഞ് 4 ലക്ഷം ഇവിടുന്ന് സബ്സിഡി തരുമെന്ന് പറയും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് ഗ്രേസ് കിട്ടുന്നത്. ക്രിസ്തു അങ്ങനെ പറഞ്ഞത് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. 17:4 യോഹന്നാന്റെ സുവിശേഷം 17:4. അപ്പോൾ ദൈവ പൈതലെ, നീ ഭാര്യ ആയിരിക്കാം, നീ ഭർത്താവായിരിക്കാം, പക്ഷേ നിൻ്റെ സബ്സിഡി ഇന്നുവരെ കിട്ടിയിട്ടില്ല. എപ്പോഴാണ് കിട്ടണം ഇത്? കാര്യം നീ കുഞ്ഞുനാളെ തൊട്ട് പറഞ്ഞാൽ എന്താണ്? കർത്താവ് മദ്യപാനി അല്ലാത്ത ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് തരണമെന്ന് 4ാം ക്ലാസ് തൊട്ട് പ്രാർത്ഥിക്കണതാണ്. പക്ഷെ കിട്ടിയത് ചക്കമാടനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി ഇപ്പം കിട്ടിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ സംശയമൊക്കെ ഉണ്ട്. നീ ഉടമ്പടി എടുത്തതാണ്, ആകെ ഒരു മാറ്റമില്ല. അപ്പോൾ ഞാൻ നിന്നോട് പറയും അത് പുതുക്കാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിന്നോട് ഞാൻ പറയും നീ അത് പോയി പ്രസാദവനം വരട്ടെ, നീ ആ രോഗികളെ പോയി കാണും. ഞാൻ തന്നെ രോഗിയാണ്, ഞാൻ തന്നെ വീട്ടിൽ രോഗിനെ പരിചരിക്കുമ്പോൾ ഇനി ഏത് രോഗിനെ പോയി കാണാനാണ്? ഞാൻ പോയി പോമകളെ പോയി കാണ്, കർത്താവിനെ വിളിച്ച് പോയി കാണും. എന്തിനാണ്? ഇവളുടെ പ്രസാദവര ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യണ പാടാണ് ഇത്. കാര്യം അത് നമുക്ക് ഇതിൻ്റെ തൊള്ളാണല്ല. ഈ പ്രസാദം വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവം ചെയ്യണ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് കാര്യം നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയമുണ്ട്. ഞാനീ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാവുമെന്ന് പറയുന്നില്ലേ? അപ്പോൾ മനസ്സിലാക്കലിന് 2 വിഷയമുണ്ട്.
പത്രോസിൻ്റെ കാല് കഴുകത്തില്ലേ കർത്താവ്? അപ്പോൾ 13:7 എന്താ പറയണത്? എൻ്റെ കാല് കഴുകണ്ടെന്നല്ലേ അയാൾ പറയണത്. അപ്പോൾ കർത്താവ് എന്താ പറയണത്? ഞാൻ ചെയ്തത് എന്താണെന്ന് ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. അപ്പോൾ പിന്നീട് മനസ്സിലാക്കാൻ പോണ കാര്യങ്ങളെ ഇപ്പം മനസ്സിലാക്കുന്നതാണ് ഈ പ്രസാദപരം എന്ന് പറയണത്. കുറച്ച് മനസ്സിലായാ? ഈ ഭർത്താക്കന്മാർ കാണിക്കുന്ന, ഭാര്യമാർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിപ്പം മനസ്സിലാവത്തില്ല, പക്ഷേ അത് പിന്നീടാണ് അത് അതിൻ്റെ കൃപ മനസ്സിലാകണത്. ആ പിന്നീട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി തരുന്നതിനൊരു അഭിഷേകമുണ്ട്. മനസ്സിലായില്ലേ? അത് ആണ് ഈ ദൈവമായിട്ട് ഐക്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്, പ്രസാദപരം വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ മോളെ, നീ ഈ പ്രോജക്റ്റ് എടുക്കുക. ഏതായാലും ഇത്രയും വരെ എടുത്തല്ല, ഇനി കുറച്ചുകൂടി എടുക്കണം. ഇതിൻ്റെ സബ്സിഡി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് കിട്ടും. അത് ചിലപ്പോൾ കിട്ടണതിൻ്റെ മക്കളുടെ വളർച്ച കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഏതെങ്കിലും അക്കൗണ്ടിലേക്കാണ് വരണത്. ഇന്ന അക്കൗണ്ടിൽ തന്നെ വരണം നിർബന്ധമില്ല. അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് നിൻ്റെ കണ്ണീരിൻ്റെ ബലം. ഇപ്പോൾ മോനിക്കയുടെ കണ്ണീരിൻ്റെ സബ്സിഡി കിട്ടിയ ആർക്കാണ്? അഗസ്റ്റിനല്ലേ കിട്ടിയത്? അയാൾ മെത്രാനായില്ലേ? ദൈവം ഏത് അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇന്ന അക്കൗണ്ടിൽ തന്നെ തരണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആത്മീയത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ മോനിക്ക നിക്ഷേപിച്ചു, അവർക്ക് കിട്ടിയ സബ്സിഡി, കണ്ണീരിട്ട സബ്സിഡി അവൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. വിശുദ്ധ മോനിക്കയുടെ ഭർത്താവ് തോന്നിവാസിയായ ജീവിതം ജീവിച്ച ആളാണ്. പിന്നെ മകനും അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒന്നും മാറാതെ ഇതിൻ്റെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ സബ്സിഡി വരും. സബ്സിഡി വരുന്നത് പറഞ്ഞത് 1.5 സബ്സിഡിയാണ്. എന്താ വന്നത്? ഇയാൾ അവസാനം മെത്രാനാകും, പിന്നീട് ആരാകും? സഭാപാരംഗതനാകും, പിന്നീട് ആരാകും? വിശുദ്ധനാകും. അപ്പം ചില സബ്സിഡി ഇപ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തില്ല. ഇതൊരു പ്രതീക്ഷ, ഒരു പ്രത്യാശയുടെ ജീവിതമാണ്. വാഗ്ദാനങ്ങൾ എപ്പോഴും കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തന്നെ ചില പ്രാർത്ഥനയുടെ ഉത്തരം ഇപ്പം കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കിട്ടത്തില്ലെന്നല്ല. ആത്മീയത എന്ന് പറയുന്നത് 1 തിമോത്തി 4:8 അത് ഈ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ദൈവവചനത്തിലെ ഈ മകളെ നിനക്കിപ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ചിലപ്പോൾ കിട്ടുന്നില്ലായിരിക്കും. അയാളെക്കാൾ ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ നിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റു പുരുഷന്മാർ. കറക്റ്റാണത്. അയാളെക്കാൾ ബെറ്ററാണല്ലോ. അതല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭർത്താവിനേക്കാൾ കരുതലുള്ളവരും സ്നേഹമുള്ളവരുമാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റു സാർമാരും. അവർ നമ്മുടെ ഭർത്താവല്ല, പക്ഷേ നമ്മുടെ ഭർത്താവിന് കിട്ടാത്ത സ്നേഹം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ കുരിശ്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നത്തെ എങ്ങനെ പ്രസാദപരമാക്കാൻ പറ്റും? ഇത് നിനക്ക് വേണമെങ്കിൽ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാം. എന്നിട്ട് നിനക്ക് താൽക്കാലികമായ സ്നേഹം തരുന്ന ആൾക്കാരോട് വിശ്വസ്തത കാണിക്കാം. അപ്പോൾ എന്നാ പറ്റണത്? അപ്പോൾ 1 കൊറിന്ത്യൻസ് 15:19 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. പറഞ്ഞേ, നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ നിങ്ങള് എല്ലാ മനുഷ്യരെക്കാളും ഹതഭാഗ്യരാണ്. അപ്പൊ ആദ്യം ഹതഭാഗ്യം ഉണ്ടാകാം, അവസാനം ഹതഭാഗ്യം ഉണ്ടാകാം. നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏതാണ് വേണ്ടതെന്ന്. മനസ്സിലായില്ലേ? 1 കൊറിന്ത്യൻസ് 15:19 അപ്പൊ ഞാൻ പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും ഹതഭാഗ്യരാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വരാനിരിക്കുന്ന ജീവിതത്തിൽ. അതായത് 1 തിമോത്തി 4:8 ആത്മീയത എന്ന് പറയുന്നത് അത് വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്തിൻ്റെ വാഗ്ദാനമാണ്? ഈ ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട്. പിന്നെ എന്താണ്? വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട്. നിൻ്റെ ഭർത്താവ് നീ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടണില്ല. ഏത് മക്കൾക്കാണ് പൂർണ്ണമായിട്ട് അപ്പന്മാരുടെ സ്നേഹവും അതുപോലെ തന്നെ അമ്മമാരുടെ സ്നേഹം കിട്ടിയിരിക്കുന്നത്? നമ്മളൊരു തടിതിരിഞ്ഞ് വരുമ്പോൾ, ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ അപ്പം മരിച്ചുപോയി. അപ്പോൾ നല്ല ബുദ്ധിമാനായ മനുഷ്യനും പാവപ്പെട്ടവനായിരുന്നു. കഷ്ടപ്പാട് കൊണ്ട് ജോലി ചെയ്ത് അവസാനം വരെ ജോലി ചെയ്ത ഒരാളാണ്. പക്ഷേ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. ഈ ജീവിതത്തിൽ പൂർണ്ണതയുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അപ്പനെ എപ്പോഴും കുർബാന ചെയ്യുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കും, അപ്പന് ഏതായിരുന്നു നല്ലത്? അന്ന് ഞാൻ സ്നേഹം കൊടുത്തിരുന്നതാണോ നല്ലത്? അതാ ഇപ്പോൾ അപ്പനെ ആത്മാവിൽ ഓർക്കുന്നതാണോ നല്ലത്? ഭാഗധേയം. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പന് ഏതാണ് നല്ലത്? 15 വയസ്സിൽ എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറഞ്ഞ കാലത്ത് ഞാൻ അപ്പനെ സ്നേഹിച്ചിരുന്നായിരുന്നു അപ്പന് നല്ലത്? അതോ അന്ന് എനിക്ക് അപ്പം മരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ അപ്പനെ ഓർത്ത് അപ്പന് വേണ്ടി പ്രാർത്ഥിച്ച്? കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണ്. 2 പ്രാവശ്യം ഇവിടെ വെച്ച്, ഈജിപ്തിൽ വെച്ചും. ഇത് അമ്മ എൻ്റെ വായിൽ കൈയിട്ടതാണ്. ഞാൻ അമ്മയുടെ കാലെ പിടിച്ചതാണ് ശരിക്കും. അതിനുശേഷം ഈ പ്രസംഗമൊക്കെ നല്ലതാകാൻ തുടങ്ങിയത്.
അത് 2010 സംഭവിച്ചൊരു വിഷയമാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ട് എന്താണ് പുനരുദ്ധാനം, മരിച്ചു കഴിഞ്ഞുള്ളവരുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോഴേ ഞാൻ ആ ഒരു പശ്ചാത്തലത്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കണത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ ജീവിക്കുന്ന കർത്താവിന് തിരുസ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ദൈവജനത്തോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച മാനുഷികമായ സ്നേഹമോ സന്ധിപ്പോ ആണോ വലുത്? നിത്യത ലഭിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ സമാശ്വാസമാണോ വലുത്? ഏതാണ് വലുത്? ദൈവത്തിൻ്റെ സമാശ്വാസം. അതുകൊണ്ടാണ് ഭാഗധേയം എന്ന് പറയണത്. എന്താ ഭാഗധേയം എന്ന് പറയുന്നത്? എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പോൾ ഈ ഹതഭാഗ്യം എന്ന് പറയുന്ന സംഭവം ആദ്യം വേണം അവസാനം വേണം തീരുമാനിച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്ന് കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മതങ്ങളും ഉള്ളവരെ 14 പേര് എന്താ ചെയ്യണത്? ഈ ജീവിതത്തിന് വേണ്ടിയാണ് അവരുടെ ദൈവസങ്കല്പങ്ങളൊക്കെ ആശ്രയിക്കുന്നത്. പക്ഷേ വെൻ വി കം ടു ജീസസ് നമ്മൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നത് എന്തിനാണ്? ഈ ജീവിതത്തിന് വേണ്ടിയും വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ നിങ്ങൾക്ക് കുറഞ്ഞു പോയെന്ന് തോന്നിയാൽ കർത്താവ് പറയുന്നൊരു വാക്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്താണ്? എന്തെങ്കിലും കുറവ് വന്നാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നു കൊള്ളാമെന്ന്. 10:35 ഒരു വാക്കറിയാവോ? അത് എന്താണത്? സമറിയയുടെ കഥ പറയുമ്പോൾ കർത്താവ് പറയണതാണ്. നിത്യജീവൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ്. നിത്യജീവനെ മുൻനിർത്തിക്കൊണ്ടാണ് പറയണത്. എന്തെങ്കിലും അവിടെ തിരിച്ചു വരാൻ പോണത് ആരാണ്? ഐ വിൽ കം ബാക്ക് എന്ന് പറഞ്ഞ ആരാണ്? ലോകരാശിയോട് ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞത് ആരാണ്? കർത്താവാണ് പറഞ്ഞത്. മാരാനാഥ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ ആദിമസഭ ശ്വസിച്ചുകൊണ്ടിരുന്നത്. മാരാനാഥ മാരാനാഥ, കർത്താവേ വരണമേ, കർത്താവേ വരണമേ. നമ്മൾ കർത്താവിന് വരവ് നോക്കി പാർക്കുന്നവരാണെങ്കിൽ അവൻ വരണ എന്തിനാണ് വരണത്? ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നു. അപ്പോൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിക്കുന്നവനെ നിത്യത അവൻ്റെ ഒരു കണ്ണ് വെച്ചിരിക്കുന്ന സ്ഥലമാണത്. ഇവിടെ എന്തെങ്കിലും കുറഞ്ഞു വന്നാൽ 10:35 വർക്കൗട്ട് ചെയ്യും. എന്താണ്? സമറിയക്കാരനെ കൊണ്ടുപോയി, ആ നല്ല സമറിയക്കാരൻ കൊണ്ടുപോയി ആ കള്ളനെ ആക്രമിക്കപ്പെട്ട മനുഷ്യനെ സത്തത്തിലാക്കിയിട്ട് ശുശ്രൂഷിച്ചതിന് ശേഷം പറഞ്ഞ് കുറവ് വരുമെന്ന് എനിക്കറിയാം. എങ്ങനെ ശുശ്രൂഷിച്ചാലും കുറവ് വരും. ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചാലും ഭർത്താവ് ഭാര്യനെ ശുശ്രൂഷിച്ചാലും കുറവ് വരും. മക്കൾ അമ്മനെ ശുശ്രൂഷിച്ചാലും അമ്മ മക്കളെ ശുശ്രൂഷിച്ചാലും കുറവ് വരും. പക്ഷേ ഒരാളെ ലോകത്തോട് പറഞ്ഞിട്ടുള്ളൂ കുറവ് വന്നാൽ നികർത്തിക്കൊള്ളാവുന്നു. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഒരാരാധനയുടെ കാലം എത്രയാണെന്ന് നമുക്കറിയത്തില്ല. കാര്യം ഇവിടെ സാക്ഷ്യം പറയാൻ വരുന്നവർ പണ്ടത്തെ ആരാധനയൊക്കെ യൂട്യൂബിൽ കൂടിയിട്ട് സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. കാലമില്ലാത്ത ഒരു ആരാധനയാണ് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത്. ഏത് ധ്യാനം എടുത്താലും നിങ്ങളുടെ പ്രാർത്ഥനാപൂർവ്വം കൂടി ആ കർത്താവിൻ്റെ സാന്നിധ്യം ലഭ്യമാണ്. കാര്യം അത് കർത്താവ് പറഞ്ഞ വചനങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. കൃപാസനത്തിലെ വചനം പറയുമ്പോഴപ്പം ശ്രദ്ധിക്കേണ്ടത് കർത്താവ് സംസാരിക്കുന്ന ലിങ്കിങ്ങിലൂടെയാണ്. ഒരു വചനത്തെ എടുത്ത് കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്താൻ വേറെ വചനം നൽകിയിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ പുതിയ മനസ്സ് വെളിപ്പെടും. ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അനുസരിച്ച് കർത്താവ് അവരോട് സംസാരിക്കും. അതാണ് അഭിഷേകത്തിൻ്റെ ഒരു ഒഴുക്കിൻ്റെ രീതി. അതാണ്. അങ്ങനെ ഒത്തിരി പേരോട് കർത്താവ് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കർത്താവ് പരിഹാരം കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കർത്താവ് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്ന് കർത്താവ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതി ചെയ്യും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തില് ഞങ്ങള് രോഗമുള്ള വിവിധ ഇടങ്ങളിലെ ഞങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനയുടെ ഈ നിമിഷം വിശ്വാസ സഹസ്രങ്ങള് നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവേ ഞങ്ങളുടെ കൈകളെ അങ്ങയുടെ കൈകളായി തിരുമുറി
തിരുമുറിവാർന്ന അത്ഭുതകരങ്ങളായി മാറ്റണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി ഈ നിമിഷം ഞങ്ങൾ ഇറങ്ങി വസിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങൾ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. ഹൃദയ രോഗികളെ ഹൃദയഭാഗങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കരൾ രോഗികളെ ഹൃദയത്തിൻ്റെ അടിയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദര രോഗികളെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരെ, സിസ്റ്റ് രോഗികളൊക്കെ ചെറുകുടലിലെ കുരുക്കമുള്ളവരും ഗർഭാശയത്തിൽ മുഴകളുള്ളവരൊക്കെ ഊടിന് താഴെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവർ, തൈറോയ്ഡ് രോഗികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസ് രോഗികൾ, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ, ശിരസിൽ മാറാത്ത തലവേദന ഉള്ളവർ, അതുപോലെ പഠിക്കുമ്പോൾ ബുദ്ധി ഓർമ്മശക്തി കുറഞ്ഞുള്ളവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവർ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കണം. എല്ലാം കർത്താവ് തന്നതാണ്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു എന്ന് ജോബ് പറയുമ്പോഴേ എടുത്ത കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ജോബിന്. നിനക്കും തിരിച്ചു തരുമെന്നാണ് കർത്താവ് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, കർത്താവേ, വാതരോഗികള് കർത്താവിന്റെ നാമത്തിന് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര്, വായുനാറ്റമുള്ളവര്, പല്ല് കൊഴിയുന്നവര്, പല്ലിന് വേദന ഉള്ളവര്, തൈറോയ്ഡ് രോഗികള്, ക്യാൻസർ രോഗികള്, ത്വക്ക് രോഗികള്, കർത്താവ് ഞരമ്പുകൾക്ക് ബ്ലോക്ക് ഉള്ളവര്, ഞരമ്പുകളുടെ സിസ്റ്റ് വളരുന്നവര്, ഹൃദയ രോഗികള്, കരൾ രോഗികള്, പാങ്ക്രിയാസിന്റെ രോഗമുള്ളവര്, നടുവേദനക്കാര്, അസുഖമുള്ളവര്, കിഡ്നി രോഗികള്, യേശുവിന്റെ നാമത്തില് വെരിക്കോസ് രോഗികള്, വിസർപ്പ രോഗികള്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. സ്രാവരോഗികള്, ലൈംഗിക ശേഷിയില്ലാത്തവര്, സ്രാവരോഗികള്, ലൈംഗിക ശേഷിയില്ലാത്തവര്, മാറാത്തവര്, സ്രാവരോഗികള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ില്ലാത്തവര് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഡിപ്രഷനുള്ളവര്, രോഗികള്, ശാസിക ബാധയുള്ളവര് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികള്, വേദികള് യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടേ സുഖമായി എന്നെ ഉള്ളം അരികിൽ വരേണേ. സദയം തുടേ സുഖമായി എന്നെ ഉള്ളം. ഒരുമിച്ച് പാടുക. അരികിൽ നീ വരുമ്പോൾ അരികിൽ വരേണേ. സദയം തുടേ സുഖമായി എന്നെ ഉള്ളം. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ വിഷയങ്ങളും ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും, ചിലർ IELTS പോലെയുള്ള മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ ചെയ്യാൻ പോകുന്നവരുണ്ട്. ചെയ്ത് റിസൾട്ട് വാങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ട്. +1 തൊട്ടുള്ള റിസൾട്ടുകൾ, പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും എല്ലാ തരത്തിലുള്ള പ്രൊഫഷണലും നോൺ പ്രൊഫഷണലുമായിട്ടുള്ള പരീക്ഷകൾ, MD പരീക്ഷകൾ കഴിഞ്ഞു, എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞവരുണ്ട്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ. അവിടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട് അവർക്ക് അഡ്മിഷൻ കിട്ടണം. ഉടമ്പടി വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. അതാണ് നമ്മുടെ പിടിവള്ളി, അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനത്തിലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഓർക്കുക. വസ്തു വിൽക്കാത്തവർ, വസ്തു വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ, വഴി തരുമെന്ന് പറഞ്ഞിട്ട് 30 കൊല്ലമായിട്ട് വഴി കിട്ടാത്തവർ, എപ്പോഴും ശരീരത്തിൽ നിന്ന് കൺട്രോളില്ലാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവരുണ്ട്, രക്തം പോകുന്നവർ, കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. 10,000-ങ്ങളാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരെല്ലാവരും സൽപ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. കൃപാസനം ഒരു പുഴയല്ല,
ഒരു മഞ്ഞും മഴയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ മലയിലൂടെ സൽപ്രവർത്തികളുടെ 10,000 നദികൾ ഒഴുകുകയാണ്. ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിനെ പോരാ, 10,000 മനുഷ്യരെ കൊണ്ട് കാരുണ്യപ്രവൃത്തി ചെയ്യിക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ആ ഉടമ്പടിയുടെ എടുത്തിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. കാര്യം എല്ലാം ഒരു അമ്മ എടുത്തുനിന്നാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയിൽ നമ്മളെല്ലാവരും ഒന്നാണ്. അതുപോലെ തന്നെ അതിനേക്കാളും ശക്തമായി യേശുക്രിസ്തുവിനും അമ്മയാണ് യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന മാധ്യസ്ഥ ശക്തി. അത് അപ്രതിരോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ഈ മാധ്യസ്ഥ പ്രാർത്ഥനയിൽ ആശ്രയം വെക്കാം. നെറ്റിയിലൊക്കെ കുരു വന്നിട്ട് പുറത്തു പോകാത്തവർ, പാടുള്ളവർ പ്രാർത്ഥിക്കണം. നല്ല വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നെറ്റിയിലൊക്കെ പഴയ രോഗത്തിൻ്റെ പാടുകൾ കിടക്കുന്ന കാരണം കോംപ്ലക്സ് അടിച്ചിരിക്കുന്നവരുണ്ട്. സ്വയം വിഷമിച്ച് കണ്ണാടി നോക്കുമ്പോൾ ആവശ്യമില്ലാതെ വേദനിക്കുന്നവരുടെ ആന്തരിക സൗഖ്യം കിട്ടണം. അവർക്ക് കോൺഫിഡൻസ് പോയ ആൾക്കാരെ അമ്മേ ഇപ്പോഴും സമർപ്പിക്കുന്നു. ശാരീരികമായി എന്തെങ്കിലും വൈകല്യം കൊണ്ട് കോൺഫിഡൻസ് പോയവരുണ്ട്. ശരീരത്തിൽ മുഖത്ത് മീശൊക്കെ വളരുന്ന ഹോർമോൺ ഡെഫിഷ്യൻസി ഇംബാലൻസ് ഒക്കെ ഉള്ള ലേഡീസുണ്ട്. അവരുടെ കോൺഫിഡൻസ് അവർക്ക് പോയിരിക്കുക. അവിടെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓരോ രോഗങ്ങൾ, ചിരങ്ങുള്ളവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു സാക്ഷ്യം അമ്മ പറഞ്ഞു. എൻ്റെ മകൾ ഡെർമറ്റോളജിസ്റ്റാണ്, പക്ഷേ അവളുടെ കാല് ചിരങ്ങ, അവൾക്കത് സുഖപ്പെടുത്താനുള്ള മരുന്ന് അവളുടെ കയ്യിലില്ല. അപ്പം ഞാൻ ഓർത്തു പിന്നെ എന്താണ് ഇവർ പഠിച്ചത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനി വരുമ്പോൾ അവളുടെ കാല് നല്ല ഗ്ലാസ് പോലെ ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞതിന് ശേഷം പിന്നീട് അവൾ വന്നപ്പോൾ ഒരു മരുന്ന് ഉപയോഗിക്കാതെ ആ കാല് നല്ല പുതിയ കാല് പോലെ ഇരുന്നെന്ന്. അമ്മ എവിടെയെല്ലാമൊക്കെയാണ്. ഒന്നും അമ്മയുടെ കണ്ണിൽ നിന്ന് പുറത്തുള്ള കാര്യമല്ല, ഒന്നും അമ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുമില്ല. എല്ലാം പറഞ്ഞു എല്ലാ മേഖലകളിലും അമ്മ ക്രിസ്തുവുമായി നിന്നെ ഒന്നിപ്പിക്കുകയാണ്. അത് ഉടമ്പടി പോലെ ഒന്നിപ്പിക്കുന്ന, ദൈവമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു സംവിധാനം ഇല്ലെന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഏതാണെന്ന്. കാരണം ദൈവം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ആദിമസഭയോട് ദൈവം പറഞ്ഞതാണ്, നിന്റെ കണ്ണീരെല്ലാം ഞാൻ തുടച്ചു മാറ്റുമെന്ന്. ആദിമസഭയ്ക്ക് എപ്പോഴും മതപീഡനമായിരുന്നു. നൈജീരിയയിൽ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള മതപീഡനങ്ങൾ. ആ മതപീഡനത്തിൻ്റെ കാലത്തും ദൈവം വാഗ്ദാനം ഇറക്കി കൊടുത്തു, നിൻ്റെ കണ്ണുനീര് ഞാൻ ഒപ്പിയെടുക്കുമെന്ന്. അവിടെ നിന്ന് നിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരില്ല ഒപ്പിയെടുക്കുമെന്ന്. അവസാനം വരെ ദൈവം ഉടമ്പടി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാഗ്ദാനങ്ങൾ ആധ്യാത്മികത എല്ലാത്തിലും വലുതാണ്. കാരണം അത് വരാതിരിക്കുന്ന ജീവിതത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് 1 തിമോത്തി 4:8 നമ്മൾ ധ്യാനിച്ചു. അത് ദൈവപൈതരെ, നിനക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കുറഞ്ഞു പോയാൽ അടുത്ത സ്ഥലത്തേക്ക് തരുമ്പോൾ അത് റീഫണ്ട് ചെയ്യും. കാര്യം എല്ലാം ഐ വിൽ റീഇൻസ്റ്റേറ്റ് യുവർ ലൈഫ് എന്നാണ്. നിൻ്റെ ഭാഗധേയത്തെ ദൈവം പുനഃസ്ഥാപിക്കാം. അതെല്ലാം വാഗ്ദാനങ്ങളാണ് വചനത്തിൻ്റെ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാനിന്ന് അനുഭവിക്കുന്ന എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹം, എൻ്റെ മക്കള്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ദുർനടപ്പുകള്, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകള്, സാമ്പത്തിക കടങ്ങള്, വിൽക്കാത്ത ഭൂമി, വാങ്ങാൻ പറ്റാത്ത വീട്, എല്ലാ മേഖലകളിലും ദൈവമേ ഇടപെടണമേ. കുഞ്ഞുങ്ങളെ എവിടെ പഠിപ്പിക്കണം? പഠിപ്പിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭക്ഷണം കിട്ടി, സമാധാനത്തോടെ പണം കിട്ടി, ശമ്പളം കിട്ടി, ജീവിക്കാൻ പറ്റാത്തവര്, PR കിട്ടാത്തവര്, പലതരത്തിലുള്ള ജീവിത സമ്മർദ്ദങ്ങളുമായി ജീവിക്കുന്നവരെ ഇപ്പോഴേ ഏറ്റെടുക്കണമേ. മക്കളില്ലാത്തവരെ ഏറ്റെടുക്കണമേ. കേസുള്ളവരെ, കേസുകളുള്ളവരെ, വ്യവഹാരങ്ങളുള്ളവരെ ഏറ്റെടുക്കണമേ. ജീവിത ജോലികള്, വരുമാന മാർഗങ്ങള്, ഒന്നുമില്ലാത്തവരെ ഏറ്റെടുക്കണമേ. കച്ചവടമില്ലാത്തവരെ, കസ്റ്റമേഴ്സ് ഇല്ലാത്തവരെ, നടപടി വരാൻ പോകുന്നവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, കടം പരിഹരിക്കാൻ മാർഗമില്ലാത്തവരെ, രോഗികളെ, സുഖപ്പെടാത്തവരെ എല്ലാം ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ കണ്ണ ചൊരിയട്ടെ, ദൈവത്തിന്റെ സൗഖ്യം നിറയട്ടെ. ശ്രുതിക്കട്ടെ. യേശുവേ
സദയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളം എരിയും മെഴുതിരി പോലെ മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികിൽ വരണേ സദയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളം. Praise the Lord. Praise the Lord. മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. എല്ലാ ഉടമ്പടി പ്രതീക്ഷയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ദിവികാരുണ്യനാഥന് മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഇതിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.